BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. CPI ചതിയൻ ചന്തു കൂടെ നിന്നിട്ട് മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ. CPI ചതിയൻ ചന്തുവാണെന്നും 10 വർഷം കൂടെ നിന്നിട്ടും മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണ്, അല്ലാതെ പുറത്തു നിന്നിട്ടല്ല. മൂന്നാമതും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു. സിറ്റി ബസ് വിവാദം. ബസ് വേണമെന്നാവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിൽ തിരികെ നൽകും. പകരം 150 വണ്ടികൾ തിരുവനന്തപുരത്ത് ഇറക്കും. മന്ത്രി KB ഗണേഷ് കുമാർ. സിറ്റി ബസ് വിവാദത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിന് മറുപടിയുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തിരുവനന്തപുരത്തെ ഡബിൾ ഡെക്കർ ബസ് KSRTCയുടേതാണ്. കോർപ്പറേഷൻ ബസ്സുകൾ വാങ്ങിയത് കേന്ദ്ര പദ്ധതിയിൽ എന്ന് പറയുവാൻ കഴിയില്ല. പദ്ധതിയിൽ 60% വിഹിതവും സംസ്ഥാനത്തിന്റേതാണ്. 113 വാഹനങ്ങളും കോർപ്പറേഷൻ ഈ രീതിയിൽ വാങ്ങിയതാണ്. തിരുവനന്തപുരം മേയർ 113 ബസ്സുകളും തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനുള്ളിൽ സന്തോഷത്തോടെ തിരിച്ചയക്കും. പക്ഷേ 113 ബസ്സുകൾ കോർപ്പറേഷൻ എടുത്താൽ 150 വണ്ടികൾ KSRTC ഇറക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞെന്ന പരാതി. കൊച്ചിയിലെ ചിക്കിങ്ങിൽ കയ്യാങ്കളി. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞെന്ന പേരിൽ കൊച്ചിയിലെ ചിക്കിങ്ങിൽ കയ്യാങ്കളി. ഭക്ഷണം കഴിക്കാനെത്തിയ സ്കൂൾ വിദ്യാർത്ഥികളുടെ സഹോദരങ്ങളും മാനേജറും തമ്മിലാണ് സംഘർഷം. ഇരു വിഭാഗത്തിന്റെയും പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കൊച്ചി MG റോഡിലെ ചിക്കിങ്ങിൽ സംഘർഷമുണ്ടായത്. CBSE കായികമേളയിൽ പങ്കെടുക്കാനെത്തിയ കുട്ടികളാണ് ഭക്ഷണം കഴിക്കാനെത്തിയതോടെ മാനേജറുമായി തർക്കത്തിലേർപ്പെട്ടത്. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറവാണെന്ന് പറഞ്ഞതോടെ മാനേജർ കുട്ടികളെ ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. തുടർന്ന് കുട്ടികൾ സഹോദരന്മാരെ വിളിച്ചു വരുത്തിയതോടെ തർക്കം രൂക്ഷമായി. ഇതിനിടെ കത്തിയുമായി മാനേജർ ഭീഷണിപ്പെടുത്തിയതോടെ ഇരു കൂട്ടരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. മറ്റു ജീവനക്കാരും പോലീസും എത്തിയാണ് ഇരു കൂട്ടരെയും പിടിച്ചുമാറ്റിയത്. അസഭ്യം പറഞ്ഞതിനും ഭീഷണിപ്പെടുത്തിയതിനും ഇരു കൂട്ടർക്കെതിരെയും കേസെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള. അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യും. കോൺഗ്രസും പ്രതിരോധത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങിയതോടെ CPIM കടുത്ത പ്രതിരോധത്തിലാണ്. മുൻ ദേവസ്വം മന്ത്രിയും CPIM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തെന്ന വാർത്തകൾ കോൺഗ്രസും BJPയും CPIMനെതിരെയുള്ള പ്രധാന ആയുധമാക്കി. എന്നാൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. UDF കൺവീനറും ആറ്റിങ്ങൽ MPയുമായ അടൂർ പ്രകാശിന് SIT ചോദ്യം ചെയ്യുവാനായി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയുവാനാണ് SITയുടെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ AICC ആസ്ഥാനത്ത് എത്തിച്ചതും കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ ഫോട്ടോ പുറത്തുവന്നതും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും CPIM നേതാക്കളും കോൺഗ്രസിനെതിരെ ആയുധമാക്കിയിരുന്നു. മഹാരാഷ്ട്രയിൽ മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത സംഭവം പ്രതിഷേധം ശക്തം. മതപരിവർത്തനം ആരോപിച്ച് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. CSI നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീർ ജോൺ വില്യംസ്, ഭാര്യ ജാസ്മിൻ അടക്കമുള്ളവരെയാണ് ബെനോഡ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിയെ ശക്തമായി അപലപിക്കുന്നുവെന്ന് CSI ബിഷപ്പ് കൌൺസിൽ പറഞ്ഞു. ബജ്രംഗ് ദൾ നൽകിയ പരാതിയിലാണ് ബെനോഡ പോലീസ് ഫാദർ സുധീർ ജോൺ വില്യംസ്, ഭാര്യ ജാസ്മിൻ വില്യംസ് എന്നിവരടക്കം 6 പേരെ അറസ്റ്റ് ചെയ്തത്. ഒരു വിശ്വാസിയുടെ വീട്ടിൽ പിറന്നാൾ ക്രിസ്മസ് പ്രാർത്ഥനകൾ നടക്കുന്നതിനിടെ 30ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകരെത്തി സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു. അറസ്റ്റിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ സ്റ്റേഷനിലെത്തിയ 4 പേർക്കെതിരെയും പ്രാർത്ഥനാ യോഗം നടന്ന വീടിന്റെ ഉടമയും ഭാര്യയും അടക്കം 13 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. മതപരിവർത്തനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്ത്? അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെയും SIT ചോദ്യം ചെയ്യും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുവാനാണ് ചോദ്യം ചെയ്യുന്നത്.
പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് നടത്തിയ ദില്ലി യാത്ര ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സംഘം ശേഖരിക്കും. SIT സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്ന പോറ്റി നൽകുന്ന മൊഴി നിർണായകമാകും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയിലെ കാര്യങ്ങളും പോറ്റിയിൽ നിന്നും ശേഖരിക്കും. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവാണ് സോണിയാഗാന്ധിയെ കാണാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരമൊരുക്കിക്കൊടുത്തത് എന്ന SITക്ക് ലഭിച്ച സൂചനയെ തുടർന്നാണ് ഈ നീക്കം. ആറ്റിങ്ങലിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് പോറ്റിയെ കാണുന്നതെന്നും അയാൾ ഒരു കാട്ടുകള്ളനാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും തനിക്ക് പോറ്റിയുമായി യാതൊരു ബന്ധവും ഇല്ലെന്നും അടൂർ പ്രകാശ് നേരത്തെ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഫരീദാബാദിൽ ഓടിക്കൊണ്ടിരുന്ന വാനിനുള്ളിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു, റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഹരിയാന ഫരീദാബാദിൽ ഓടിക്കൊണ്ടിരുന്ന വാനിനുള്ളിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു. അതിക്രമത്തിന് ശേഷം റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. മുഖത്തും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനത്തിനായി കാത്തുനിന്ന 25-കാരിയെ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്ത് വാനിനുള്ളിൽ കയറ്റിയായിരുന്നു കൊടും ക്രൂരത. തിങ്കളാഴ്ച രാത്രി 8:30യോടെയാണ് സംഭവം. അമ്മയുമായി വഴക്കിട്ട യുവതി താൻ അസ്വസ്ഥയാണെന്നും ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും ഉടൻ തിരിച്ചെത്തുമെന്നും സഹോദരിയെ അറിയിച്ചാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അർദ്ധരാത്രി വാഹനങ്ങൾ ലഭിക്കാതായതോടെ പ്രതികൾ നൽകിയ ലിഫ്റ്റ് യുവതി സ്വീകരിച്ചു. സുരക്ഷിതമായി എത്തിക്കാമെന്ന് ഉറപ്പു നൽകിയ പ്രതികൾ യുവതിയെ ഇക്കോ വാനിനുള്ളിൽ കയറ്റി. ഗുരുഗ്രാം ഫരീദാബാദ് റോഡിലേക്ക് വാഹനം എത്തിയതിന് പിന്നാലെ പ്രതികൾ യുവതിയെ ബലാത്സംഗം ചെയ്തു. 3 മണിക്കൂർ നീണ്ട അതിക്രമത്തിനൊടുവിൽ ഓടുന്ന വാനിൽ നിന്നും യുവതിയെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നാലെ യുവതി സഹോദരിയെ വിവരമറിയിച്ചു. മുഖത്തും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖത്ത് 12 തുന്നലുകളുണ്ട്. യുവതിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ കൊടുവാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. 2 പേരെ അറസ്റ്റ് ചെയ്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.